ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു. ഇന്ന് നമുക്ക് തുലാം രാശിയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാം. ലിബ്ര സൈൻ. തുലാം രാശിയുടെ ചിഹ്നം ത്രാസാണ്. നന്മയുടെയും തിന്മയുടെയും പ്രതീകമായിട്ടുള്ള തുലനം ചെയ്ത് നിൽക്കുന്ന നിയമത്തിൻ്റെ രാശിയാണ്. ശനിയുടെ ക്ഷേത്രമാണ്. ശുക്രൻ്റെ മൂലത്രികോണ ക്ഷേത്രമാണ്. ശനിയുടെ പൂർണ്ണബലമുള്ള ഉച്ചരാശിയാണ്. മേടത്തിൻ്റെ നീചരാശിയാണ്. അതുപോലെ ന്യായത്തിൻ്റെ രാശിയാണ്. കച്ചവട നേച്ചറാണ്. എല്ലാം ഒരു കച്ചവട നേച്ചറിൽ എടുക്കുന്നവരാണ്. ചിത്തിര നക്ഷത്രം 3, 4 പാദം ഇതിലാണ്. ചോതി നക്ഷത്രം, വിശാഖം നക്ഷത്രത്തിൻ്റെ 1, 2, 3 പാദം. ഇത്രയും നക്ഷത്രക്കാലുകളാണ്, നക്ഷത്രപാദങ്ങളാണ്, 2.25 നക്ഷത്രമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ചിത്തിര നക്ഷത്രം 3, 4 പാദം കുജൻ ശുക്രൻ്റെയും ഒരു കോമ്പിനേഷനാണ്. 5ാം ഭാവാധിപൻ ശനി ലഗ്നത്തിൽ ഉച്ചനാകുന്ന രാശിയാണ്. മേധയുടെയും പ്രജ്ഞയുടെയും രാശിയാണ്. മേധയും പ്രജ്ഞയും എല്ലാം ഉണ്ടാക്കുന്ന, അറിവുണ്ടാക്കുന്ന രാശിയാണ്. ചോതി രാഹുവും ശുക്രൻ കോമ്പിനേഷനാണ്. വിശാഖം നക്ഷത്രം വ്യാഴവും ശുക്രനും തമ്മിലുള്ള കോമ്പിനേഷനാണ്. അവിടെ ശത്രുതാ മനോഭാവം ഉണ്ടാക്കുന്ന കോമ്പിനേഷനാണ്. വ്യാഴത്തിന് ശുക്രൻ ശത്രുവാണ്. ശുക്രാചാര്യനും ദേവഗണങ്ങളുടെ ഗുരുവായ ബൃഹസ്പതിയും അസുരഗണത്തിൻ്റെ ഗുരുവായ ശുക്രൻ ആചാര്യനും ശത്രുക്കളാണ്. അപ്പോൾ ആ ശത്രുതാപരമായ ഒരു കോമ്പിനേഷൻ അവിടെ ഉണ്ടാകും. ദേവ ബ്രാഹ്മണ ക്ഷേത്ര പൂജനം സദാ എന്നാണ്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നവരാണിവർ. രവി നീചനാകുന്ന രാശി മേടത്തിൻ്റെ പാർട്ട്ണർഷിപ്പ് രാശിയാണ്. ഒറ്റപ്പെടൽ ഒട്ടും പറ്റാത്ത രാശിയാണ്. ഇവർക്ക് ഒറ്റപ്പെടുന്നത് ഒട്ടും പറ്റത്തില്ല. പ്രായവ്യത്യാസം ഇല്ലാതെ തന്നെ റിലേഷൻസും ലവറും ഒക്കെ ഉണ്ടാകുന്ന ഒരു രാശി സ്വഭാവമാണ്. പ്രായഭേദം ഇല്ലാതെ ലവർ ഉണ്ടാവുകയും റിലേഷൻ ഉണ്ടാവുകയൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു രാശിയാണ്. ആർട്ടിസ്റ്റാണ്. ഇത് നെഗറ്റീവായാലാണ് പറയുന്നത്. ഇത് ബലമില്ലാത്ത അവസ്ഥയിൽ, ശനിക്ക് ബലമില്ലാതെ നിൽക്കുന്ന അവസ്ഥയിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഡിപ്ലോമാറ്റിക്കാണ്. സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളാണ്. ഇതൊക്കെ ശനി ഉച്ചരാശിയിൽ, തുലാം രാശിയിൽ നിൽക്കുന്നവരെ വിളിക്കാം. ശനിയുടെ കൂടെ നിൽക്കുന്നവർ, ശനി ഉച്ചരാശിയിൽ പൂർണ്ണബലത്തിൽ നിൽക്കുന്നവർ ശരിയായ രീതിയിൽ നിൽക്കുന്നവരാണ്. ശരിയുടെ കൂടെ നിൽക്കുന്നവരാണ്. നന്മയ്ക്കും തിന്മയ്ക്കും എന്ന പോലെ, നന്മയ്ക്ക് തിന്മ എന്ന പോലെ പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരാണ് ശനി ഉച്ചബലവാനായി നിൽക്കുന്നവർ. ശരിയുടെ കൂടെ തന്നെ നിൽക്കുന്നവരാണ്. പുറമേ കാണുന്നതിന് അപ്പുറമായി ഉള്ളിൽ എന്തൊക്കെയോ മുന്നോട്ട് നയിച്ചു കൊണ്ട് പോകുന്നവരാണ്. പുറമേ നിന്ന് കാണുന്ന പോലെ അല്ല, ഉള്ളിൽ നിന്ന് എന്തോ ഒരു ശക്തി നമ്മളെ നയിച്ചു കൊണ്ട് പോകുന്ന പോലെ ഉള്ള മനോഭാവം ഉള്ള ഒരു പ്രകൃതക്കാരാണ്. 2 വശങ്ങളും, നന്മയുടെയും തിന്മയുടെയും 2 വശങ്ങളും മനസ്സിലിട്ട് കണക്ക് കൂട്ടി റിസൾട്ട് പറയുന്നവരാണ്, അക്സെപ്റ്റ് ചെയ്യുന്നവരാണ്. അധർമ്മത്തിൻ്റെ സൈഡിലേക്കാണ് ബാലൻസ് ചെയ്യുന്നതെങ്കിൽ ത്രാസ് നശിപ്പിച്ച് കളയും, ജീവിതം നശിപ്പിച്ച് കളയും. നന്മയും തിന്മയും ത്രാസ് പോലെ തുലനം ചെയ്ത് നിൽക്കുന്നതാണ്. അത് ബാലൻസ് ചെയ്ത് തിന്മയുടെ സൈഡിലേക്കെങ്ങാണം, അധർമ്മത്തിൻ്റെ സൈഡിലേക്കെങ്ങാണം
ആയിപ്പോയാൽ ആ ജീവിതത്തെ നശിപ്പിച്ച് കളയും. എക്സൈറ്റഡ് ആകും, ഓവർ കോൺഫിഡൻസ് ആകും, വെറുപ്പ് ആണ് ആരെയും കൂടുതൽ അടുപ്പിക്കില്ല. വെറുപ്പായാൽ കുടുംബത്തിൽ വിലയുണ്ടാകില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കും. ഇതാണ് പൊതുവായിട്ടുള്ള ലിബ്ര സൈൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവർ ശനിപരമായിട്ടുള്ള ബലത്തിന് വേണ്ടി ശാസ്താവിന് നീരാഞ്ജനവും എള്ളുപായസവും നീല ശംഖുപുഷ്പവും കൂവളവും കൂടി വെച്ച മാലയും, കൂവളമാല ശിവന് പിൻവിളക്ക്, ഗണപതിക്ക് ഗണപതി ഹോമം, ഹനുമാന് വെറ്റമാല, വടമാല. വടമാല എന്ന് പറയുന്ന ഉഴുന്നുവടയുടെ മാലയല്ല, അരയാലിൻ്റെ മുട്ട് വെച്ച് കെട്ടിയ, വടവൃക്ഷത്തിൻ്റെ മുട്ട് വെച്ച് കെട്ടിയ മാല, അതാണ് വടമാല. ആ മാലയും ജയ് ശ്രീരാമജയം എന്ന് 1008 പ്രാവശ്യമൊക്കെ എഴുതിയിടുന്നതും ഒക്കെ ഉത്തമമാണ്. ഹരി ഓം. സർവം കൃഷ്ണാർപ്പണമസ്തു.